നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് 2017 ആഗസ്റ്റ് 1 മലയാള മനോരമ പത്രത്തിൻ്റെ 1-ാം പേജ് ഒന്ന് നോക്കൂ. കണ്ടല്ലോ. ഇനി അതിൻ്റെ പശ്ചാത്തലം പറയാം. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 6 വർഷം മുമ്പ് ജൂലൈ 31 തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ ചേരുന്നു. അത്തരം രഹസ്യയോഗങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് സാധാരണ നിലയിൽ പ്രവേശനം ഉണ്ടാവാറില്ല. യോഗത്തിൻ്റെ രഹസ്യാത്മകത പുറത്താകരുതെന്ന സതുദ്ദേശം കൊണ്ടാണിത്. എന്നിട്ടും ഒരു ഔചിത്യവുമില്ലാതെ അവിടെ കോലുമായി എത്തിനോക്കാൻ വന്ന മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പുറത്തു പോകാൻ പറഞ്ഞു. അത് സൃഷ്ടിച്ച പുകില് ചില്ലറയൊന്നുമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ക്രൗര്യവും ധാർഷ്ട്യവും അപ്പോൾ തന്നെ വലിയ ചർച്ചയാക്കി മാധ്യമങ്ങൾ. അന്ത്യചർച്ചകൾക്ക് മുമ്പ് തന്നെ ക്രുദ്ധനായ പിണറായിയെ വില്ലനാക്കിയും പരിഹസിച്ചും രസിച്ചു മാധ്യമങ്ങളും പ്രതിപക്ഷവും. ധാർഷ്ട്യം എന്ന വാക്ക് പിണറായി വിജയനു മാത്രമായി സംവരണം ചെയ്ത വിശേഷണമായി ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളുടെയും ചാനൽ ചർച്ചകളിലെ പാനലിസ്റ്റുകളുടെയും ശീലമായി മാറിയിട്ടുണ്ട്. ധാർഷ്ട്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് പിണറായി വിജയന് മാത്രം സ്വന്തമായ ഒരു സവിശേഷതയാണത്രേ. CPIM സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച, പിന്നീട് കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ പിണറായിയെ പരിഹസിക്കാനുള്ള അവസരം പോലും പാഴാക്കാത്ത മനോരമ പിറ്റേ ദിവസം സ്കോർ ചെയ്തത് ഇങ്ങനെയൊരു പത്രമിറക്കിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന കടക്ക് പുറത്ത് എന്ന 2 വാക്കുകൾ 1-ാം പേജിലെ പ്രധാന വാർത്തകൾക്കെല്ലാം മുന്നിൽ വിദഗ്ധമായി ചേർത്ത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും LDF സർക്കാരുമാണ് തങ്ങളുടെ പ്രധാന ശത്രുവെന്ന് മനോരമ പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 വർഷത്തിന് ശേഷം ജനങ്ങൾ വീണ്ടും LDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കുമ്പോൾ ഇതേ പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളാണ് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. കടക്ക് പുറത്ത് എന്ന വാക്കിൻ്റെ ഏകദേശം ഇംഗ്ലീഷ് പരിഭാഷ ഗെറ്റ് ലോസ്റ്റ് എന്നാണ്. ഗെറ്റ് ലോസ്റ്റ് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ എഴിച്ച് പോടേ എന്ന്, മാനക മലയാളത്തിലാണെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്ന്. ഇംഗ്ലീഷിലെ അങ്ങേയറ്റം ആക്ഷേപകരമായ ഈ 2 വാക്കുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് ആക്രോശിക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. 2017 മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇവർ ഉയർത്തിയ അധിക്ഷേപങ്ങളുടെ ഒരു തരിമ്പെങ്കിലും ഗവർണറുടെ ഗെറ്റ് ലോസ്റ്റ് പ്രയോഗത്തിനെതിരെ ഉയർത്തിയോ? അതിനുള്ള ധൈര്യം നമ്മുടെ മാധ്യമങ്ങൾക്കോ അവരെ നയിക്കുന്ന സംഘടനകൾക്കോ ഇല്ലെന്ന് വേണം പറയാൻ. ഒരെണ്ണം പറഞ്ഞ RSSകാരൻ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ അത് കേട്ട് പഞ്ചപുച്ഛമടക്കി വേണമെങ്കിൽ ഒരു ചിരിയും ചിരിച്ച് മടങ്ങി വരുന്നവരാണ് നമ്മുടെ മാധ്യമ കേസരികൾ. തൻ്റെ ഭാര്യയെ പ്രാപിച്ച് ഭാസ്കര പട്ടേലർ മടങ്ങുമ്പോൾ ഹോ, പട്ടേലരുടെ സെൻറ്റിൻ്റെ ഒരു മണം എന്ന് അതിശയപ്പെടുന്ന വിധേനയിലെ തൊമ്മിമാരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല തന്നെ. പിണറായി വിജയന് ഒരു നീതി, RSSൻ്റെ അജണ്ട നടപ്പാക്കാൻ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയ ആരിഫ് മുഹമ്മദ് ഖാന് മറ്റൊരു നീതി എന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് കേരളത്തിൽ. ഖാൻ്റെ ഗെറ്റ് ലോസ്റ്റ് ആക്രോശങ്ങൾ ഒരു വരി വാർത്തയാക്കാൻ പോലും കൈവിറയ്ക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക്. പകൽവട്ടത്തിൽ പച്ചയ്ക്ക് അപമാനിക്കപ്പെട്ടാൽ പോലും, ഉടുതുണി ഉരിഞ്ഞു പോയാൽ പോലും അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് സമാധാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഇക്കൂട്ടർക്ക് ആത്മാഭിമാനം എന്ന ഒന്നുണ്ടോ? ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും എങ്ങനെയാണ് ഇവർക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റുന്നത്? മറുനാടൻ മലയാളി എന്ന മഞ്ഞ ചാനലിൻ്റെ ക്രിമിനൽ മാധ്യമപ്രവർത്തനത്തിന് എതിരെയുള്ള ന്യായമായ പോലീസ് നടപടിയെപ്പോലും ശക്തമായി അപലപിച്ച് രംഗത്ത് വന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ഞരക്കം പോലും ഉണ്ടായില്ല. KUWJ ഇതൊക്കെ ന്യൂ നോർമലായി കണ്ട് സമാധാനിക്കുന്നുണ്ടാവും. അല്ലെങ്കിലും സർക്കാരിനും CPIM-നും എതിരെയാണെങ്കിൽ മാത്രമേ പ്രസ്താവനകൾക്കൊക്കെ ഒരു ഗുമ്മുള്ളൂ. ദേശാഭിമാനിക്ക് അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് വസ്തുതാപരമായ പിഴവ്. അത് പിഴവാണെന്ന് ബോധ്യമായാൽ തിരുത്താനുള്ള ആർജവവും ദേശാഭിമാനിക്കുണ്ട്. അടിമാലിയിൽ കോൺഗ്രസ് നേതാക്കൾ സംഘടിപ്പിച്ച പിച്ചതണ്ടൽ നാടകത്തിലെ പ്രധാന അഭിനേത്രി മറിയക്കുട്ടി എന്ന വയോധികയെക്കുറിച്ചുള്ള ഒരു വാർത്തയിലെ വസ്തുതാപരമായ പിശകിന് ദേശാഭിമാനി അന്ന് ഖേദപ്രകടനം നടത്തി. ദിവസവും ഒന്നെങ്കിലും ഒരു നേർച്ചയെന്നോണം കള്ളവാർത്ത ചമയ്ക്കുന്ന മാധ്യമങ്ങൾ ആ ദിവസങ്ങളിൽ നടത്തിയ താണ്ഡവം അധികമാരും മറന്നു കാണില്ല. ദേശാഭിമാനിക്ക് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ അവതാരകരും ലേഖകരും ചാനലുകളിലെ പാനലിസ്റ്റുകളും ഒന്നിച്ച് കാടിളകി വരും പോലെ വന്നു. ഇതുവരെ തെറ്റായ ഒരു വാർത്തയും നൽകാത്തവരാണ് തങ്ങളെന്ന മട്ടിലായിരുന്നു ആ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെയും. അത്തരം മാധ്യമങ്ങളുടെ കള്ളവാർത്തകൾ ഈ പങ്ക്തിയിൽ മാത്രം ചൂണ്ടിക്കാട്ടിയവയുടെ എണ്ണം തന്നെ ഉണ്ടാവും 900. ഇപ്പോഴിതാ ഗവർണർക്കെതിരെ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ SFI ഉയർത്തിയ ബാനറിലെ വ്യാകരണ ശുദ്ധിയെ ചൊല്ലിയുള്ള പരിഹാസവുമായി ഏഷ്യാനെറ്റും സമൂഹ മാധ്യമങ്ങളിലെ പണ്ഡിതരും ഉറഞ്ഞാടുകയായിരുന്നു.
ഇതേ കോളേജിലെ തെരഞ്ഞെടുപ്പിന് മേൽ കൈവച്ച് ഉള്ളംകൈ പൊള്ളിപ്പോയവരാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവുമൊക്കെ. അതുകൊണ്ട് തന്നെ കേരളവർമ്മ എന്ന് കേട്ടാൽ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കട്ടക്കലിപ്പാണ്. ഗവർണറുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് അർത്ഥമാക്കുന്ന ഒരു ബാനറാണ് പരിഹാസത്തിന് ഹേതു. ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ അവതാരകനായ വിനു വി ജോൺ ഈ ബാനറിലെ ആഖ്യയെയും ആഖ്യാതത്തെയും വൃത്തഭംഗത്തെയും കുറിച്ച് കുണ്ഠിതപ്പെടുന്നു. പാനലിസ്റ്റ് അഡ്വക്കേറ്റ് ജയശങ്കർ തൻ്റെ എല്ലാ മാനസിക വൈകൃതങ്ങളും മുഖത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു അശ്ലീല ചിരിയോടെ അത് ശരിവയ്ക്കുന്നു. ആ കോളേജിലെ അധ്യാപികയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആക്ഷേപിക്കുന്നു. ഇനി 2 പഴയ വാർത്തകൾ കാണിക്കാം. SFIക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഏഷ്യാനെറ്റിൽ മുമ്പ് വന്ന 2 വാർത്തകളാണിവ. അതിൽ ആദ്യത്തേത് വായിക്കും മുമ്പ് NDTVയുടെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്ത വായിക്കാം. കൊക്രജർ, അസാമിലാണ് സംഭവം. The half-burnt body of a woman has been recovered from the paddy field in Assam, Kokrajhar district, a police officer said today. Prima facie, it seems the woman aged 18 was raped and burned to death, he said. ഇത് ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു ഏഷ്യാനെറ്റ്. ആസാമിലെ കൊക്രജാർ ജില്ലയിൽ പാതി കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. നെൽവയലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനിയാണ് രസം. പ്രിമാ ഫേസി എന്ന 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ശരീരമാണിതെന്ന് പോലീസ് വെളിപ്പെടുത്തി. ബലാത്സംഗത്തിന് ശേഷം കത്തിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് പറയുന്നു. ഏഷ്യാനെറ്റിലെ ഡെസ്കിലെ ചില പണ്ഡിതർ വിവർത്തനം ചെയ്തതാണ് ഇങ്ങനെ. ഇതിൽ പ്രിമാ ഫേസി എന്ന വാക്കിനർത്ഥം പ്രഥമ ദൃഷ്ട്യ എന്നാണ്. കേസ് അന്വേഷണങ്ങളുടെ വാർത്തയിലും കോടതി വ്യവഹാരങ്ങളുടെ വാർത്തയിലുമൊക്കെ പതിവായി ഉപയോഗിക്കുന്ന ചിരപരിചിതമായ ഈ വാക്ക് ഒരു അസമീസ് പെൺകുട്ടിയുടെ വാക്കായി ഏഷ്യാനെറ്റിലെ ആംഗലേയ പണ്ഡിതർ തെറ്റിദ്ധരിച്ചു പോയതാണ്. കീരവാണി എന്ന സംഗീത സംവിധായകൻ ഓസ്കാർ നേടിയപ്പോൾ പരാമർശിച്ച കാർപ്പൻറ്റേഴ്സ് എന്ന വിഖ്യാത ബാൻഡിനെ ആശാരിപ്പണിക്കാർ എന്ന് തെറ്റായി പറഞ്ഞതും ഏഷ്യാനെറ്റ് തന്നെ. തെറ്റ് മനുഷ്യസഹജമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ദേശാഭിമാനിയോ SFIക്കാരോ അപൂർവമായി വരുത്തുന്ന തെറ്റുകളുടെ പേരിൽ ആക്രമണം നടത്തിയാൽ ഇത്തരം അസംബന്ധ ജടിലമായ അബദ്ധങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് എടുത്ത് പുറത്തിടേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. പ്രമുഖ ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാരി മീന കന്തസ്വാമി SFIയുടെ ബാനലിലെ ശരി തെറ്റുകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചാൽ കാര്യങ്ങൾക്കൊരു പിടുത്തം കിട്ടും. മീന കന്തസ്വാമി ഇംഗ്ലീഷിൽ കുറിച്ച വരികൾ മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. ഒരു സംഗതി ഇംഗ്ലീഷാക്കി എഴുതുകയും അതേസമയം അത് പരിഭാഷപ്പെടുത്താതെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ അതാര്യതയെയും അഭേദ്യതയെയും ഉലയാതെ നിർത്തുകയും ചെയ്യാൻ പറ്റിയ രീതിയാണിത്. നിങ്ങൾക്ക് കാര്യമറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിലില്ല, അത്ര തന്നെ. അറിയുന്നവരോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ വളരെ നല്ലത്. ഇത്രയുമാണ് മീര കന്തസ്വാമി പറഞ്ഞത്. ഇതിൽ കൂടുതലൊരു മറുപടിയും ഈ വിഷയത്തിലില്ല. നവകേരള ബസ്സിന് എതിരെ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും സാമാന്യനീതിയുടെ നിഷേധവുമാണിതുപോലും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ആലുവയിൽ വെച്ച് KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് 24 ന്യൂസിലെ വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയതും കേസിൽ 5ാം പ്രതിയാക്കിയതും എന്നാണ് പ്രസ്താവനയിലെ ആ ആദ്യ വരികൾ. ഈ വരികളിൽ തന്നെ ഗുരുതരമായ പിശകുണ്ടല്ലോ മാധ്യമപ്രവർത്തകരെ. ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനല്ലല്ലോ കേസ്. ഷൂ എറിഞ്ഞ ക്രിമിനലുകളുമായി സംഭവത്തിന് തൊട്ടു മുമ്പ് നിരവധി തവണ ആശയവിനിമയം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളികളായതിനാണല്ലോ കേസ്. വസ്തുതാപരമായ പിശകുണ്ട് ഈ പ്രസ്താവനയിൽ എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു ബദൽ പ്രസ്താവന ഇറക്കണമെന്നാണ് ആ നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേസിൻ്റെ മെറിറ്റ് എന്തായാലും കൂട്ടത്തിൽ ഒരാൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിക്കാനുള്ള സംഘടനാപരമായ അവകാശവും അതിന് കാണിച്ച വീറും വാശിയുമൊക്കെ അഭിനന്ദനാർഹം തന്നെ. പക്ഷേ മുമ്പൊരു മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ BJP നേതാവും മുൻ രാജ്യസഭാംഗവുമായ സിനിമാ നടൻ അവരുടെ അനുമതിയില്ലാതെ കൈവച്ചപ്പോൾ ഇത്രയൊന്നും വേഗം കണ്ടില്ലല്ലോ നേതാക്കളെ. അതേ മാധ്യമപ്രവർത്തകയെ അടിമാലിയിലെ പിച്ചതണ്ടൽ നാടക നടിയും UDFൻ്റെ പുതിയ പോസ്റ്റർ ഗേളുമായ മറിയക്കുട്ടി ചാക്കോ വ്യക്തിഹത്യ ചെയ്തപ്പോൾ ഈ സംഘടന എവിടെയായിരുന്നു? വംശീയവും ജാതീയവുമായ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ ആ വയോധികയ്ക്കെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയിലെ ആരെങ്കിലും ഒരക്ഷരം പറഞ്ഞതായി അറിയുമോ? ഇല്ല, ഒരിക്കലും പറയില്ല. പ്രതിഷേധവും രോഷപ്രകടനവും ഒക്കെ സെലക്റ്റീവാണ്. തങ്ങൾക്ക് താല്പര്യമുള്ളവർ തെറ്റ് ചെയ്താൽ അത് തെറ്റേയല്ല. സുരേഷ് ഗോപി അടിമാലിയിൽ ചെന്നതിന് പിന്നാലെ മറിയക്കുട്ടി ആ മാധ്യമപ്രവർത്തകയെ നിറത്തിൻ്റെ പേരിലും മറ്റും ആക്ഷേപിച്ചതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിൽ BJPക്കാരും കോൺഗ്രസ്സുകാരും മത്സരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ കടം GDPയുടെ 100% കടന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന
IMF റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങളിൽ പലരും വാർത്തയാക്കിയിട്ടുണ്ട്. ദ വയർ, ദ സ്ക്രോൾ എന്നീ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്ത നൽകി. ആ വാർത്തകളുടെ ഭാഗമാണിത്. ദ വയറിലെ വാർത്ത ഇങ്ങനെ: ന്യൂഡൽഹി, ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഹാസ് വാൺഡ് ദാറ്റ് ഇന്ത്യസ് ജനറൽ ഗവൺമെൻറ് ഡെപ്റ്റ് may exceed 100% of gross domestic product in the medium term, ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്. ഇങ്ങനെയാണ് വാർത്തകൾ. കേരളത്തിൽ കടം പെരുകി എന്ന് എല്ലാ ദിവസവും സങ്കടപ്പെടുന്ന ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. കാരണം മോഡിയെയും അമിത്ഷായെയും ഭയക്കുന്ന നിങ്ങൾക്ക് അതിന് കഴിയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തയാഴ്ച കാണാം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ.